എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഫെബ്രുവരി മാസത്തെ പെൻഷൻ്റെ വിതരണം പൂർണ്ണതോതിലായിട്ടുണ്ട്. ഇപ്പോൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രം കയ്യിൽ പെൻഷൻ ഉണ്ടാകില്ല, അത് ഉടനെ എത്തിച്ചേരുന്നതാണ്. എന്തായാലും 5-ാം തീയതിക്കുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തിയാക്കും എന്ന് പറഞ്ഞപ്പോൾ അത് ഏകദേശം അങ്ങനെ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് അടുത്ത പെൻഷനാണ്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. 15-ാം തീയതിക്കുള്ളിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കും എന്നാണ് വിവരം. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പെൻഷൻ 3 മാസത്തേത് ഇപ്പോൾ മുൻകൂട്ടി പറയാനാകും എന്നുള്ളതാണ്. ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടില്ല എങ്കിലും നമുക്കുള്ള സൂചനകൾ പ്രകാരം പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. പെൻഷൻ മുടങ്ങാതിരിക്കാൻ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, മാർച്ച് 31 മുമ്പ് ചെയ്യണം. മസ്റ്ററിംഗ് പരാജയപ്പെട്ടത് മൂലം അല്ലെങ്കിൽ മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലം പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഈ മാസം 20 മുമ്പും ചെയ്യണം. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് അങ്ങനെ ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പെൻഷൻ വിതരണത്തിന് കാത്തിരിക്കുന്ന അതിൻ്റെ അറിയിപ്പ് പറയുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും വാഹിതയല്ല പുനർവാഹിതയല്ല എന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള അല്ലെങ്കിൽ നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയപരിധി ഈ മാസം 31 വരെയാണുള്ളത്. അതിനുള്ളിൽ എല്ലാ ആളുകളും അത് ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, അടുത്ത പെൻഷൻ വിതരണത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. അടുത്ത പെൻഷൻ വിതരണം മാർച്ച് മാസത്തെ പെൻഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 25-ാം തീയതിയോട് കൂടിയിട്ട് അതിൻ്റെ വിതരണം ഉണ്ടാകും. 24-ാം തീയതി ചൊവ്വാഴ്ച കടമെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 25-ാം തീയതിയോടുകൂടി 2000 രൂപയുടെ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞുള്ള പെൻഷൻ വിതരണം, അത് ഈ പെൻഷൻ വിതരണത്തിൽ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകില്ല. കാരണം നമ്മുടെ സംസ്ഥാനത്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. അപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പോ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളോ ഉണ്ടാകില്ല. ആ ഒരു പെൻഷൻ കറക്റ്റ് സമയത്ത് ലഭിക്കുകയാണ് ചെയ്യുക. അതിനുശേഷവും നമുക്ക് പെൻഷൻ വലിയ താമസമില്ലാതെ ലഭിക്കും. അതായത് ഏപ്രിൽ പകുതിയോട് കൂടിയിട്ടാണ് ഇലക്ഷൻ നടക്കുക. അപ്പോൾ അതിനു മുമ്പായിട്ട് ഏപ്രിൽ മാസത്തെ പെൻഷൻ എന്തായാലും ലഭിക്കും. ഇനി ഏപ്രിൽ മാസത്തെ മാത്രമാകില്ല, ചിലപ്പോൾ മെയ് മാസത്തെയും ആ ഏപ്രിൽ മാസത്തോടൊപ്പം ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഏപ്രിൽ മാസത്തിൽ ഈസ്റ്ററും വിഷുവും നടക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പേര് പറഞ്ഞ് ഇലക്ഷന് മുമ്പ് 2 ഗഡു പെൻഷൻ കൂടി നൽകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആവുമ്പോൾ 25-ാം തീയതിക്ക് ശേഷം, അതായത് അടുത്ത മാസം ഈ മാർച്ച് 25-ന് ശേഷം ഏപ്രിൽ 20-നുള്ളിലായിട്ട് ഈ 3 പെൻഷൻ 6000 രൂപ ഇലക്ഷന് പ്രമാണിച്ച് വിതരണം ചെയ്തേക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അറിയിപ്പ് കൃത്യമായിട്ട് വരേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരമാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും മാർച്ച് മാസത്തെ പെൻഷൻ 25-ാം തീയതി ബുധനാഴ്ചയായിരിക്കും ലഭിക്കുക. ബുധനാഴ്ച വൈകുന്നേരത്തോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മസ്റ്ററിങ്ങിൻ്റെ കാര്യമാണ്. മസ്റ്ററിങ് ചെയ്യാത്തത് മൂലം പെൻഷൻ മുടങ്ങിയിട്ടുള്ളവരും മസ്റ്ററിങ് ചെയ്തപ്പോൾ അത് പരാജയപ്പെട്ട് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത മൂലം പെൻഷൻ മുടങ്ങിയിട്ടുള്ള നിരവധി പേരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ മാസം 20-നുള്ളിൽ അത് സമർപ്പിക്കാം. ഈ മാസമല്ല, എല്ലാ മാസവും അത് സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. അതെല്ലാവരും ചെയ്യണമെന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അത് ചെയ്യുകയാണ് എങ്കിൽ അടുത്ത മാസം വിതരണം ചെയ്യുന്ന ചിലപ്പോൾ 2 പെൻഷൻ ഉണ്ടാകും, അതൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ 20-ാം തീയതിക്കുള്ളിൽ അത് പൂർത്തീകരിച്ചാൽ മാത്രമേ തുടർന്ന് അങ്ങോട്ട് പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്കും.